നമസ്കാരം. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ വെള്ളി നക്ഷത്രത്തിന് വേണ്ടി കുറിക്കുന്ന കാലത്ത് അദ്ദേഹം പങ്കുവച്ച ആദ്യത്തെ ഒരു അനുഭവ കഥയാണ്. കുളത്തൂപ്പുഴ രവി എന്ന് കേരളത്തിൽ ആദ്യം അറിയപ്പെട്ടിരുന്ന എം രവീന്ദ്രൻ പിന്നീട് ലോകമറിയുന്ന കമ്പോസറായി രവീന്ദ്രൻ മാസ്റ്ററായി മാറിയതിൻ്റെ പിന്നിൽ ഒരു ശപഥം, അദ്ദേഹം അന്നെടുത്ത ഒരു ശപഥത്തിൻ്റെ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ചെന്നൈയിലെത്തി, പഴയ മദ്രാസിലെത്തി, അവിടെ സിനിമാ മോഹവുമായി സംഗീത ഗായകനാകണം, യേശുദാസിനേക്കാൾ വലിയ ഗായകനാകണം എന്ന മോഹവുമായി ചെന്നൈയിലെത്തിയ രവീന്ദ്രൻ മാസ്റ്റർ അതിനുവേണ്ടി നടത്തിയ ഒരു ശ്രമങ്ങളുടെ കഥയാണ്. ഏതാണ്ട് കോടമ്പക്കത്ത് നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള പെരുമ്പൂർ ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. അവിടുന്ന് അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ നടന്ന് കോടമ്പക്കത്തേക്ക് വരും. അവിടെ സംഗീത സംവിധായകരെയും മറ്റ് അവസരങ്ങൾ തേടിയുള്ള ഒരു അലച്ചിലായിരുന്നു. അങ്ങനെ ഒരു അലച്ചിലിൻ്റെ കഥയാണ്. 20 കിലോമീറ്ററോളം നടന്ന് ഇടയ്ക്ക് വെള്ളം കുടിച്ച്, പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഒരു സംഗീത സംവിധായകനെ കാണുവാനായിട്ട് വന്നു. പ്രശസ്തനായ ദേവരാജൻ മാസ്റ്റർ, സ്വർഗ സംഗീതത്തിൻ്റെ ചക്രവർത്തി, അദ്ദേഹത്തെ കാണുവാനായി വുഡ്ലാൻഡ്സ് ഹോട്ടലിലെത്തി വാതിലിൽ മുട്ടി. സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ വാതിൽ തുറന്നു. എന്തു വേണം? ഞാൻ ഇന്നയാളാണ്, രവീന്ദ്രൻ, കുളത്തൂപ്പുഴ രവി, സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്, സിനിമയിൽ പാടണം. അകത്തിരിക്കുന്നോ പുറത്തിരിക്കുന്നോ? ഞാനിവിടെ നിന്നോളാമെന്ന് രവീന്ദ്രൻ മാസ്റ്റർ മറുപടി പറഞ്ഞു. ഠിം, കഥ അടഞ്ഞു. പിന്നെ അനക്കമില്ല. അങ്ങനെ ആ നിൽപ്പ് ഉച്ചവരെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ നടന്നു വന്ന കാലിലെ വേദനയും പ്രയാസവും ഒക്കെ ആ നിൽപ്പിൽ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ആ ഒരു ആവേശത്തോടു കൂടി വന്നതാണല്ലോ. ദേവരാജൻ മാസ്റ്ററെ കാണാൻ വരുന്നൊരു ആവേശം എന്ന് പറഞ്ഞാൽ ഒരു സംഗീത വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഗായകന് എത്രത്തോളമാണ് എന്ന് ഇന്നത്തെ കാലമല്ല. ഇന്ന് ആർക്കും പാടാം, ഏത് സിനിമയിലും എങ്ങനെയും ഉള്ള ശബ്ദത്തിലും എങ്ങനെയും പാടാം. ഒരു കാലം മാറി. അന്നൊക്കെ സിനിമയിൽ പാടുക അല്ലെങ്കിൽ പിന്നണി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായി വിരലുണ്ടാകുന്നവർക്ക് മാത്രമുള്ള ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ കാത്തു നിന്നു. ഉച്ചയൂണുമായി ദേവരാജൻ മാസ്റ്ററുടെ മുറിയിൽ ഉച്ചയൂണ് കൊണ്ടുവന്നപ്പോൾ വീണ്ടും മാസ്റ്ററുടെ മുറിയുടെ വാതിൽ തുറന്നു. അപ്പോഴും രവീന്ദ്രൻ മാസ്റ്റർ അങ്ങനെ നിൽക്കുകയാണ്. ആ ഒറ്റക്കാലിൽ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ ദേവരാജൻ മാസ്റ്റർ കണ്ടു. നിങ്ങൾ പോയില്ലേ? ഇല്ല മാസ്റ്റർ, എനിക്ക് സിനിമയിൽ പാടണം. ഒരു കാര്യം ചെയ്, കൊല്ലത്ത് ചെന്ന് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളിൽ പാടും, അത് നോക്കട്ടെ. അപ്പോൾ അതിന് രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ നാടകങ്ങൾക്ക് വേണ്ടി പാടി, എനിക്കിനി സിനിമയിൽ പാടണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അടിമുടി ഒന്ന് നോക്കിയിട്ട് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, അത് ഈ ജന്മത്ത് നടക്കില്ല. അപ്പോൾ അത് കേട്ട് ഈ ചെറുപ്പക്കാരൻ വിഷമിച്ചെങ്കിലും അദ്ദേഹം ദൃഢസ്വരത്തിൽ പറഞ്ഞു, പക്ഷേ ഞാൻ സിനിമയിൽ പാടാനാണ് ചെന്നൈയിൽ വന്നത്. ഞാൻ സിനിമയിൽ ഒരു വരിയെങ്കിലും പാടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഇതെൻ്റെ ഒരു ശപഥമാണ്. അങ്ങനെ ഒരു ഉഗ്ര ശപഥം എടുത്തിട്ടാണ് രവീന്ദ്രൻ മാസ്റ്റർ അന്ന് ദേവരാജൻ മാസ്റ്ററുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ പിൽക്കാലത്ത് രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധായകനായി പാട്ടുകൾ പാടി ഒക്കെ ഇതെല്ലാം ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ മലയാള സിനിമയിലെ ഈ സംഗീത സംവിധായകൻ്റെ വളർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുകയും അനുഗ്രഹിക്കുകയും ഒപ്പം നിൽക്കുകയും എല്ലാം ചെയ്ത ഒരാളായിരുന്നു പിൽക്കാലത്ത് ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്റർ അതിനെക്കുറിച്ച് പറയാറുണ്ട്, നീ കഷ്ടപ്പെട്ട് വന്നവനാണ്, നീ പ്രയാസങ്ങളിലൂടെ വന്നവനാണ്, നിനക്ക് നല്ലത് വരും എന്നൊരു അനുഗ്രഹവും പിൽക്കാലത്ത് രവീന്ദ്രൻ മാസ്റ്ററിന് ദേവരാജൻ മാസ്റ്റർ കൊടുത്തതായിട്ടും മാസ്റ്റർ നമ്മളോട് പറഞ്ഞു. അത് വേറൊരു കഥയാണ്. ആദ്യത്തെ ഗാനവും അത് കഴിഞ്ഞ് ചെല്ലുന്നതും ഒക്കെ വേറൊരു കഥയാണ്.